തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ചെയ്ത ഈ ഒരു വീട്ടിലെ ഫുൾ വർക്ക് വീഡിയോ ആണ്. ഇവിടെ 2 വാർഡ്രോബ്, പിന്നെ അതേപോലെ TV യൂണിറ്റ്, ഒരു കിച്ചനും ഓപ്പൺ ഷോക്കേസ് എന്നീ വർക്കുകളാണ് ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തത്. ഓൾറെഡി ഈ ഒരു വാർഡ്രോബിന്റെ പാർട്ടിഷൻ ഇവർ ഫെറോസ് ലൈവ് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫെറോസ് ലൈവിൽ ചെയ്ത വാർഡ്രോബിനെ ഫ്രണ്ട് കവറിങ് മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അലുമിനിയം പിന്നെ അതേപോലെ തന്നെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബിനെ വളരെ മനോഹരമായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തത്. ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. വളരെ ബഡ്ജറ്റ് ലെവലിൽ ഇതേപോലെ കബോർഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫെറോസ് ലെവൽ ചെയ്ത് ഇതേപോലെ അതിന്റെ ഷട്ടർ ചെയ്യുകയാണ് നല്ലത്. ഇതിൽ കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ പ്രൊഫൈലാണ്, അലുമിനിയത്തിന്റെ ഹാൻഡിലാണ് നമ്മൾ സെറ്റാക്കി കൊടുത്തത്. ഇവർ പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് ഫെറോസ് ലേവ് 2 ഹാങ്ങറിങ്ങിനായിട്ടും പിന്നെ അതേപോലെ ഒരെണ്ണം ഈക്വൽ തട്ടിലായിട്ടാണ് പാർട്ടിഷൻ ചെയ്തത്. അതേപോലെ തന്നെ ഫിക്സ്മോറിന്റെ സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത ഹിഞ്ചസ്. ഈ റൂമിൽ തന്നെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ മിററിൽ ചെറിയൊരു സ്റ്റോറേജ് ബേസും കൂടിയിട്ടാണ് സെറ്റ് ചെയ്തത്. ഇനി ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം വാർഡ്രോബ് നമുക്ക് നോക്കാം. അതും ഇതേപോലെ തന്നെ ഫെറോസ് ലൈവിൽ ഓൾറെഡി ഇവർ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ട് കവറിങ് മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. ഒരു 4 ഡോറിലായിട്ടാണ് ഫെറോസ് ലൈവ് ഒരു പാർട്ടിഷൻ ചെയ്തത്. 2 ഡോറ് ഈക്വൽ തട്ടിലും 2 ഡോറ് ഹാങ്കറിങ്ങിനായിട്ടാണ് ഫെറോസ് ലൈവ് പാർട്ടിഷൻ ചെയ്തത്. അതുകൂടാതെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് വാർഡ്രോബുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓൾറെഡി ഫെറോസ് ലെവൽ ഇതേപോലെ ബോക്സ്ഡ് ടൈപ്പായിട്ട് ചെയ്തതിന് ശേഷം അതിന്റെ ഫ്രണ്ട് കവറിങ് ഷട്ടർ മാത്രം അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ട് ഇതേപോലെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു കബോർഡിന്റെ പോലെ തന്നെ ഇതിലും നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്തു കൊടുത്തത്. ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ മിററിന്റെ ഉൾസൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് ബേസും കൂടി സെറ്റ് ചെയ്തു. ഡ്രസ്സിംഗ് യൂണിറ്റിൽ ഒരു ഡ്രോയറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമിലെ ഈ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും കൂടെ കൂടാതെ തന്നെ മറ്റൊരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി ഈ ഒരു ബെഡ്റൂമിലുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തത്. ബാക്കിൽ ലോവർ പാനലൊക്കെ സെറ്റ് ചെയ്ത് ഒരു റൗണ്ട് മിററും കൂടി സെറ്റ് ചെയ്ത് അതിന്റെ ഫ്രണ്ട് ഡോർ കവറിങ് ചെയ്തിട്ടാണ് ആ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തത്. ഇനി ഇവിടുത്തെ ഓപ്പൺ ഷോക്കേസ് നോക്കാം. ഈ ഒരു ഓപ്പൺ ഷോക്കേസ് ഓൾറെഡി ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോക്കേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സ്പേസ് ഇടുകയാണെങ്കിൽ അത് കറക്റ്റ് ലെവലിലായിട്ട് പണിതെടുക്കാൻ ശ്രമിക്കുക.
ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു ഷോക്കേസ് ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തത്. വുഡ് ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തത്. റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഷോക്കേസ് മുഴുവനായിട്ടും സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിനോടൊപ്പം തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് പോലെ ഒരു ഗ്ലാസ് ഡോറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിലൊക്കെ LED ബൾബൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഓൾറെഡി ഇലക്ട്രിക്കൽ വർക്ക് കഴിയാത്തത് കാരണം ഓൾറെഡി വയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ടേബിൾ ടോപ്പ് നോക്കാം. ബേസൺ ടേബിൾ ടോപ്പ് ഓൾറെഡി ഫ്രണ്ട് കവറിങ് മാത്രമാണ് ആ ഒരു ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തത്. ഇതുകൂടാതെ തന്നെ ഒരു ചെറിയ രീതിയിൽ ഒരു TV യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു TV യൂണിറ്റിനായിട്ട്. ആ ഒരു സ്പേസിൽ നമ്മ ലോവർ പാനൽ സെറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ കിച്ചന്റെ വർക്ക്. ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു കിച്ചണാണ്. ഒരു L ഷേപ്പിലാണ് ഈ ഒരു കിച്ചൺ ഇവർ വാർത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഓൾറെഡി ഇവർ സ്ലേവ് വാർത്ത് അതിൻ്റെ ഫ്രണ്ട് കവറിങ് മാത്രമാണ് ചെയ്തു കൊടുത്തത്. നിങ്ങൾ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ സ്ലേവ് വാർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ നമുക്ക് സ്റ്റോറേജ് ബേസ് കിട്ടാനായിട്ട് ബോക്സ്ഡ് ടൈപ്പ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ബെഡ് സൈഡിലെ കവറിങ്ങും കൂടി സെറ്റ് ചെയ്തു L ഷേപ്പിലായിട്ടുള്ള. ഈ ഒരു കിച്ചണിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള 3 അക്സസറീസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പ്ലേറ്റ് ബാസ്ക്കറ്റ്, പിന്നെ അതേപോലെ തന്നെ കട്ട്ലറി ബാസ്ക്കറ്റും, അതുകൂടാതെ തന്നെ ഒരു ഓയിൽ പുള്ളൗട്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. അതുകൂടാതെ ഈ ഒരു കിച്ചണിൽ ഒരു ഫ്രൈ പാൻ ഹോൾഡറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രൈ പാൻ ഹോൾഡർ. പിന്നെ അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് 2 ഡ്രോയറും കൂടി സെറ്റ് ചെയ്തു. അത് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. അക്സസറീസുകളെല്ലാം 304 ഗ്രേഡിലുള്ള അക്സസറീസുകളാണ് ചെയ്തിരിക്കുന്നത്. ക്യൂബയുടെ കട്ട്ലറിയും പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റും ഓയിൽ പുള്ളൗട്ടും ഒക്കെ ആണ്. അതുകൂടാതെ ഇതിന്റെ സ്ലൈഡറും ക്യൂബയുടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇനി ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ ആണ്. അത് PVCയുടെ ബേസ്ഡ് ഡസ്റ്റ്ബിൻ ആണ് ചെയ്തത്. അതുകൂടാതെ തന്നെ ഒരു GTPT സെറ്റിങ്ങും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വർക്ക് ഏരിയ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. വർക്ക് ഏരിയയിൽ നമ്മൾ ഗ്രേ കളറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം PVCയുടെ ഫ്ലെക്സി ബോർഡിന്റെ ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ വളരെ സിമ്പിളായിട്ട് ഫ്രണ്ട് കവറിങ്ങിലുള്ള ആ ഒരു ഷീറ്റ് മാത്രമാണ്, ഡോറ് മാത്രമാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കേരളത്തിലെ എല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ഏരിയയിൽ ഒരു ഡിഷ് ഹോൾഡറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്.